ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നേ? ഇന്നലെ ആ. അപ്പം ഞങ്ങൾ ഇന്നലെ വന്ന് ഇന്ന് ഇവിടെ പെരുന്നാളും ആയിട്ടോ. അതുകൊണ്ട് പിന്നെ പെരുന്നാളായതുകൊണ്ട് കാക്കൂന് ലീവുമാണ്. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോവാണ്. പെരുന്നാളിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല. ഇവർ പള്ളിയിൽ പോയി വന്നു. പിന്നെ ഞങ്ങൾ പുറത്ത് പോയി ചെറുതായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ പുറത്ത് പോയിരുന്ന് കഴിക്കുക, അങ്ങനെ ഒരു പ്ലാനാണ് കേട്ടോ. അപ്പം കാക്കു വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ വണ്ടി വന്നിട്ട് ഞങ്ങൾ പോയിട്ടിനി അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം. ഞങ്ങൾ കൊണ്ടുപോകാനുള്ളതൊക്കെ ഒരു ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടുത്തെ ഹോം ടൂറൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പാച്ചു അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങുന്നത്. കുറച്ച് ലേറ്റായി. നമ്മുടെ നാട്ടിലൊരു 9:30 മണി ആയിട്ടുണ്ട്. ഏകദേശം കറക്റ്റ് 2.5 മണിക്കൂറിൻ്റെ ഡിഫറൻസാണ് ഉള്ളത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, അറിയുന്നവരൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് ദമ്മാമിലുള്ള മറീന മാളിനടുത്തുള്ള ഒരു കോർണിഷിലാണ്. അവിടെ ബീച്ച് സൈഡും പിന്നെ കുറച്ച് പാർക്കും, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുറച്ച് പാർക്കും കാര്യങ്ങളും, പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു പാർക്കാണ്. അപ്പോൾ അവിടെയാണ് പോകുന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഉമ്മാക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ട് പിന്നെ പെരുന്നാളായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. റോഡൊക്കെ ഭയങ്കര തിരക്കാണ്. നമ്മൾ അവിടെ ചെന്നിട്ടും അവിടെ നല്ല തിരക്കായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. തിരക്കോക്കി. ഞങ്ങൾ അന്ന് വന്നപ്പോ ഒരു മനുഷ്യല്ല. ഭയങ്കര തിരക്കാണല്ലേ. തട്ടിക്കൊണ്ടോലൊന്നും ഇവിടെ ഇല്ലേ? അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ അല്ലല്ലോ. അതിനൊക്കെ തന്നെ പോലീസുകാരുണ്ടല്ലോ. നമ്മളിവിടെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഇത്ര പോലീസുകാരുണ്ടാവും. അത്ര സുരക്ഷിത അവിടെ വണ്ടി രണ്ട് പോകണം. ഇതിപ്പോ ഒറ്റക്ക് ഒരു പെണ്ണാണെങ്കിലും കുട്ടിയാണെങ്കിലും ഒറ്റക്കാണെങ്കിലും അയച്ചാളെ എവിടെ പോലും മറ്റേ നമ്മളവിടെ അല്ല കുഞ്ചു കോളാമ്പി പൂവിന്റെ അല്ലേ ഒറിജിനലാണ്. ആ കോളാമ്പി പൂവിന്റെ ഒക്കെ ചെറുതില്ലേ? ഞാൻ സത്യത്തിൽ എടുത്തിട്ടില്ലായിരുന്നു വണ്ടീന്ന്. ഞാൻ മറന്നു. ഇത് നോർപ്പിച്ച ഞാൻ തീർന്നാല് വണ്ടീന്ന് എടുക്കാൻ മറന്നിരുത്തി. അത് പോലെ സ്വന്തമാണ്. അത് ഇവിടെ വാടക ഉണ്ടാവും. അതിന് ആകെ 10-300 ഉള്ളൂ, 300 റിയാലുള്ളൂ ആ വണ്ടിക്ക്. ആ പെണ്ണുങ്ങളിപ്പോ പോയി അതാ 2 പോണ്. അതിനൊരു ബാലൻസ് വേണേ. സൈക്കിൾ ഓട്ടാൻ വെച്ചാ മതി. വീടൊക്കെ ഇവൽക്കാർക്കുള്ള അയ്യമ്മല് കോൾ ചെയ്യും. അയ്യമ്മലുണ്ടോ അതൊക്കെ പറഞ്ഞ വിത്തൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കി ഉണങ്ങി കിടക്കണുണ്ടോ? പക്ഷെ നമുക്ക് വിത്ത് എടുത്തിട്ട് എന്താ കാര്യം?
സൈക്കിളില്ലല്ലോ, സൈക്കിൾ അവിടെയാണ്. കൊണ്ടുപോയി, ഇതൊക്കെ കൊണ്ടുപോകും. ഇതിന് കാരണം ഇതില് അതിന് കൂടെ വന്നാണ് ഭീമന്റെ അത്ര ഉള്ള ഭീമന്റെ അത്ര ഇതൊക്കെ ഉണ്ടോ വരുന്നു. എന്നോട് കൂടെ ഇറങ്ങിയാണ്ട് ആരും വേണ്ട. ഒറ്റയ്ക്ക് ഇതിലൊക്കെ ഇങ്ങനെ കയറിയാണ്. മാത്രം ഇല്ല, ഇത് നമ്മളെ ഈ കത്തിനെ പൊട്ടിച്ചില്ലേ പള്ളിപ്പരിനാളിലൊക്കെ ആ സാധനം തന്നെ അടിഞ്ഞ തീയോട്ട് മുകളിൽ പോയി പൊട്ടിച്ചു. നമ്മളടുത്തൊക്കെ വെടിക്കെട്ടേണ്ട പോലെ എന്താ പറയാ. അത് നോക്ക്, അത് കാണുന്നില്ല. അതിന് വലിപ്പം നോക്കി. സമയം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഇരുട്ടാണ് ഫോണിൽ കാണുമ്പോൾ. പക്ഷേ ഇവിടെ ഭയങ്കര ലേറ്റാണ്, അതുകൊണ്ട് അങ്ങനെ ഇരുട്ട് തോന്നിക്കുന്നില്ല. അപ്പം ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടാണ് വന്നത്. അപ്പം ഇനി ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ആ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി കാക്കു ഇവിടെ പോയിട്ട് വന്നിട്ടില്ല, അപ്പോൾ വെയിറ്റ് ചെയ്യാണ്. പാച്ചുവാണെങ്കിൽ ഇവിടെ ഈ സ്ലൈഡിൽ കളിക്കുന്നുണ്ട്. ഇതാ പോണു. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് നല്ല ചൂടായിരുന്നു, പക്ഷെ ഇപ്പം ഭയങ്കര തണുപ്പാണ്. ഒരു തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഈ ഈന്തപ്പഴത്തിനകത്തായിരിക്കാം ഇവിടെ ഓല. ആ അങ്ങോട്ട് ഇരിക്കണം. അവിടെ കസേര ഇട്ടിക്കണ്. ഇവിടെ ഇരിക്കല്ലേ. വെള്ളത്തിന്റെ ഇത് പോണത് ചെയ്യണതാണ്. അതെടുത്തില്ല, വലിയ റോള് എടുത്തില്ല. മരുന്ന് ഇതാക്കണാണ് നോക്കട്ടെ. അത് മതി, നിർത്തി. കട്ട എവിടെ നോക്കുക. ഇതാ വന്ന വീഡിയോ എടുക്കോ. അല്ല ഞാൻ നിങ്ങളോട് അത് ബാക്ക് ഇങ്ങോട്ടൊന്നും കൂടി വിരിച്ചണോ? വട്ടത്തിലിരിക്കാൻ കഴിയൂലല്ലോ.
അത് ചോറ്. ഒരു ഇതില്ലേ ചോറിലേക്ക് അടിച്ചിട്ട് ആ ഇതില് സ്പൂണുണ്ട്, ഒരു കുഞ്ഞു സ്പൂണുണ്ട്. കേക്കോ കേക്കാണോ? കേക്കാണോ? കേക്ക് ചോറ് കഴിഞ്ഞിട്ടല്ലേ തിന്നു, അധികം അറിയിച്ചില്ല. ഞങ്ങളെ കമ്പനിയിലുണ്ടല്ലോ ഈ സാധനങ്ങളൊക്കെ. ഞങ്ങളത് പറഞ്ഞാല് ബില്ലാണ്, ബില്ല് നമ്മൾ പേ ചെയ്യണം. ഓർക്ക് അവിടെ അതിന്റെ ഡ്രൈവർമാരും പോലും അല്ലേ, അതിന്റെ ഉള്ളിൽ തന്നെയാണ് റൂം, നമ്മൾ പുറത്തല്ലേ. എങ്ങനത്തെ സൈക്കിളാ പറയണേ? ഇങ്ങനത്തെ സാധ്യ വണ്ടിയാ? ഇങ്ങനത്തെയാണോ വണ്ടി? അതോ പോന്നോട്ടെ. ഇങ്ങോട്ട് ഇരുന്നാലും ഇവിടെ ഇരുന്നാലും ഇവിടെ ഇവിടെ ഇപ്പൊ ചെടി നോക്കുക കൊണ്ടുപോകാൻ. അപ്പോൾ ഗൈസ് ഫുഡൊക്കെ കഴിച്ച് ഇതിൽ കൂടെ കുറച്ച് നേരം കൂടി കറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്, സമയം ഒരു 11-11:30 മണിയായി. ഇനി കാക്കുന്ന ആളെ വർക്കുണ്ടായതുകൊണ്ട് ഞങ്ങൾ എന്തായാലും തിരിച്ചു പോവാണ്.